ഹലോ ഗൈസ്, നമ്മളെല്ലാം കൂടെ ഒന്ന് മൂന്നാർ പോകട്ടാ. അപ്പൊ കൂടെ സന്ദീപും ഉണ്ട്, മിഥുനും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് ഇട്ടിട്ടാ. അങ്ങനെ കോതമംഗലത്തിൽ നിന്ന് മൂത്രയ്ക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും സന്ദീപ് പറഞ്ഞ് അവന് വിശക്കണം എന്തെങ്കിലും മേടിച്ചോണ്ട് വരാനായിട്ട്. അവന്മാർക്ക് സ്നാക്സും സെറ്റ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവന്മാരുന്ന് കപ്പലുണ്ടേക്കണ്. ഞാൻ വിടുവോ? ആ പൊതിയോടുകൂടി വാങ്ങിച്ച് സൈഡിലെ കാഴ്ചയെ കണ്ട് നല്ലൊരു ഉറക്കാൻ ഉറങ്ങിയിട്ടപ്പോ നമ്മൾ അടിമാലെത്തിട്ടാ. ഹായ്, നമ്മുടെ വണ്ടി കിടക്കണ്. അടിമാലാണെങ്കിൽ ഫുള്ള് കർത്താലും ഒറ്റ മനുഷ്യനില്ല. ബസ്സിൽ തിരക്ക് കുറഞ്ഞപ്പോഴത്തേക്കും മിഥുനും സന്ദീപിനും സൈഡ് സീറ്റ് ഇട്ടിട്ടാ. പിന്നെ ആനച്ചാലിറങ്ങിയ ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ പ്രോപ്പർട്ടിലോട്ട് വന്നിട്ടാ. റിസപ്ഷനിൽ കയറി വെച്ചപ്പോ അരവന്തിരിക്കണേ. ഇവരാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ കണ്ടന്റ് ക്രിയേറ്റർ. ഒന്നും കഴിക്കാത്തോട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ നോക്കിയ ഗൈസ്. ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇമ്മ രണ്ടുപേരും കൂടി പിള്ളേരുന്ന് ക്യാരംസ് കളിച്ച് പറ്റി. ഒരു എന്റർടൈൻമെന്റ് ഞാനും കൂടി കയറി കളിച്ച്. അപ്പോഴാണ് ട്വിസ്റ്റ്, ഇവിടെയല്ല നമുക്ക് സ്റ്റേ, നമുക്ക് ഈ ഹോം സ്റ്റേയിലോട്ടാണ് സ്റ്റേ ചെയ്യുന്നത് MD എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയില്ല, നേരെ ഹോം സ്റ്റേയിലോട്ട് പോയി. റൂമിൽ കൊണ്ട് സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പുതിയ പ്രോപ്പർട്ടിലോട്ട് പോവാട്ടാ, ഫീൽഡിലോട്ട്. ഇതാണ് നമ്മുടെ പുതിയ പ്രോപ്പർട്ടി ഫീല്. ഇതിന്റെ ഇനാഗ്രേഷൻ ആട്ടാ നാളെ. അങ്ങനെ പ്രോപ്പർട്ടിയൊക്കെ മൊത്തത്തിൽ നിന്ന് ചുറ്റി കണ്ടപ്പോഴത്തേക്കും കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. ഈ കാണുന്ന ഇപ്പം മൊത്തം അഴിച്ചു മാറ്റണമെന്ന്. നിസാര പണി ആയതുകൊണ്ട് സന്ദീപ് ഒറ്റയ്ക്കിരുന്ന് മൊത്തം ചെയ്യാനുണ്ടായിരുന്നു. അരവിന്ദാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ മൊത്തം വീഡിയോ എടുത്ത് നടപ്പുണ്ട്. അങ്ങനെ പണിയെടുത്ത് നമ്മളെല്ലാവരും എടുത്തുകൊണ്ട് ഒരു ചായ കുടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ നാളെ ഇനി ഇനാഗ്രേഷൻ കാണാം. ഓക്കെ, ബൈ.